എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ അനീച്ചനെ സർവീസ് അനുഗ്രഹമായിട്ട് നടത്തുവാൻ ദൈവം സഭയ്ക്ക് കൃപ നൽകി. അത് സഭയുടെ ഒരു പ്രത്യേക ശുശ്രൂഷയായിരുന്നു. അത് കൃത്യമായിട്ട് എല്ലാവരും ഉത്സാഹത്തോടെ സഹകരിച്ച് അത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകി. നല്ല ഒരു യാത്രയായിട്ട് നമുക്ക് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്സാഹത്തിനും പ്രാർത്ഥനയ്ക്കും മറ്റുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും നിങ്ങളെല്ലാവരുടെയും ഉത്സാഹം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. വളരെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സുസമാമ അവിടെ കുഞ്ഞുങ്ങൾ നമ്മളൊരു നിമിഷങ്ങൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ കുഞ്ഞുങ്ങൾ അവരെ ദൈവം അനുഗ്രഹിച്ച് ബലപ്പെടുത്തുന്നതിനായി അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ എത്ര ആരോഗ്യമുണ്ടെങ്കിലും, എത്ര ബലമുണ്ടെങ്കിലും, ശക്തിയുണ്ടെങ്കിലും, ധൈര്യമുണ്ടെങ്കിലും ഈ ഒരു നിമിഷത്തിൽ മനുഷ്യരെന്തിൽ പതച്ചു പോകും. പതക്കും ആ ഒരു നിമിഷത്തിൽ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. കൊടുത്തെനിക്കായി ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി മന്നവന നീപ്പാനെഴുതല്ല എനിക്ക് അമേ മന്നവശം എനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. നമ്മുടെ സ്വർഗീയ പിതാവാം ദൈവം 2025 വർഷം ഫെബ്രുവരി മാസം 16 വെള്ളിയാഴ്ചയുടെ പ്രഭാതം പകൽ ഞങ്ങൾക്ക് ദാനം നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഈ രണ്ടാമത്തെ കർത്താവേ മാസം, ഈ പുതിയ വർഷത്തിൽ കഴിഞ്ഞ 14 ദിവസങ്ങളും കർത്താവ് ഞങ്ങൾ ഉള്ളങ്കയിൽ വഹിച്ച് ഞങ്ങൾ കർത്താവെ ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി വന്ന നിമിഷങ്ങൾ ഞങ്ങൾ ഓർത്ത് ഇന്ന് പകൽ വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹൃദയപ്പായ ഞങ്ങൾക്ക് നൽകിയ ആയുസ്സിനായി സ്തോത്രം, ആരോഗ്യത്തിനായി സ്തോത്രം, എല്ലാ നന്മകൾക്കും കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന
ദൈവസഭയായി കൂടി വന്ന് വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ ഇടിവ് നിൽപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർദാസലാൽ പാസ്റ്റനായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയിലായിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കായി സ്തോത്രം. അതേപോലെ സ്കൂളിൽ കോളേജിൽ പോയ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അതേപോലെ വാർത്തയിലാക്കുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം. ജോലിക്കായി സ്തോത്രം. വ്യാപാരികളെ വ്യാപാരത്തിനായി സ്തുതിക്കുന്നു. ദൂരദേശങ്ങളെ ജോലിക്ക് വേണ്ടി വിദ്യാഭ്യാസം വേണ്ടി വേലയ്ക്ക് വേണ്ടി പോയ എല്ലാ കുടുംബക്കാർക്കായി സ്തോത്രം. ആയുക്ത സ്ഥാനത്ത് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഉള്ളംകൈയിൽ വൈദ്യുതിക്കായി സ്തോത്രം. ആയുക്ത ദേശത്തെ നാമത്തെ ഉയർത്തുവാൻ അവരെയും ഞങ്ങളെല്ലാം ഒരുപോലെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആശ്വാസമായി തീരുവാൻ, ജീവിതങ്ങൾക്ക് ദേശങ്ങൾക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ, ഒരു അത്ഭുത വിഷയമായി തീരുവാൻ ഈ 2025 കർത്താവ് കൂടുതലായി സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന സമർപ്പിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. ഇന്ന് പകർത്താൻ ലോകമാറി നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധന്മാരുടെ സമാധാനത്തിലും ഇസ്രായേൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വെള്ളിയാഴ്ച പകലും കൂടി ഞങ്ങൾക്ക് കുടുംബമായി ദൈവസഭയിൽ വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ചില വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു. അതുപോലെ കർത്താദാസൻ പാസ്റ്റർ ജോളിയാണ്ടിക്കായി സ്തോത്രം ചെയ്യുന്ന, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ അനിച്ചാൻ്റെ വിയോഗത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഭവനത്തിലും സെമിത്തിലും പോകാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സാവകാശനായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് കുടുംബത്തെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്നലെ പകലും ഞാൻ അവരുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ആ ഒരുക്ക സമയത്തും എനിക്ക് നൽകിയൊരു വചനമായിരുന്നു. അത് ആ സമയം തൊട്ട് ഇന്നലെ തൊട്ട് ആ ഒരു ആലോചന വാക്യങ്ങളും കാര്യങ്ങളിങ്ങനെ തുടർച്ചയായി മനസ്സിൽ വിട്ടുപോകാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മരണത്തിൻ്റെ വിഷയമല്ല. സ്തോത്രം. അവൻ അവരെ അയച്ചു. ആരെ അയച്ചു? ശിഷ്യന്മാരെ അയച്ചു. അവൻ ശിഷ്യന്മാരെ മാത്രമല്ല അയച്ചത്. ഇന്ന് പകല് കുറച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവൻ ശിഷ്യന്മാരെ അയച്ചു, ദൂതന്മാരെ അയച്ചു, പിതാവായ ദൈവം പുത്രനെ അയച്ചു. സഭ അതിനോട് ഈ ദൂതനോട് ഈക്വൽ ടു ഇത് അയച്ചെന്ന് പറയുമ്പോൾ എന്താ വിഷയം? സഭ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ വാക്യം നമ്മൾ വായിക്കുന്ന, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് പറഞ്ഞ, എനിക്കുള്ളവരെ ശീലാസിനെയും പൗലോസിനെയും എനിക്ക് വേണ്ടി തിരുപ്പിന. IPCക്ക് വേണ്ടിയും AGക്ക് വേണ്ടിയല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു എനിക്ക് വേണ്ടി വേർതിരിക്കുവാൻ അവരെ പ്രാർത്ഥിച്ച് അയച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യം, കാരണം നമുക്ക് ആയുസ് മാർഗം നൽകിയാൽ, കർത്താവിന് വരവ് താമസിച്ചാൽ AG കോഴഞ്ചേരി സഭയിൽ നിന്ന് ഒരു കുടുംബത്തെ നാം ദൈവസഭ പ്രാർത്ഥിച്ചു. ഒരാൾ സ്വയമായിട്ട് മാത്രമല്ല, സ്വയമായിട്ട് വന്ന് സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം. അവർ വന്ന് അതേ ഹല്ലേലൂയ അവർ വന്ന് സമർപ്പിച്ച് അങ്ങനെ ഒരു കുടുംബത്തെ ദൈവസഭ കോഴഞ്ചേരി AG സഭ സ്പോൺസർ ചെയ്ത് വടക്കൻ കേരളത്തിൽ ഈ ഭാഗത്തൊന്നും കേട്ടോ, നമ്മുടെ ഇവിടെ ഒന്നുമല്ല, വടക്കൻ കേരളത്തിലോ വടക്കൻ ഇന്ത്യയിലേക്ക് സ്പോൺസർ ചെയ്ത് അയക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. ദൈവം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുട്ടോ. കർത്താവിൻ്റെ ദൂത് അങ്ങനെയൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അന്ന് അച്ഛൻ്റെ വീട്ടിലെ ബുധനാഴ്ച ശുശ്രൂഷ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവ് അയക്കുന്നു ഒരാൾ നമ്മൾ ക്ഷണിച്ച് വരുന്നു. ഒത്തിരി വ്യത്യാസം, വളരെ വ്യത്യാസമാണ്. നാം ഒരാളെ ക്ഷണിച്ച് വരുത്തുന്നു, കാരണം നമുക്ക് ഇഷ്ടപ്രകാരമുള്ള ആൾക്കാരെ നമ്മൾ ക്ഷണിക്കുന്നത്, അല്ലാത്തവർ നമ്മൾ ക്ഷണിക്കില്ല. പക്ഷെ ദൈവം അയക്കുന്നത് ദൈവഹിതപ്രകാരം ഉള്ളവരെയാണ്. അവരെ നാമമേ അവൻ്റെ വചനം മറ്റുള്ളവർ വചനം പറയുന്നില്ല എന്നല്ല, പക്ഷേ നമുക്ക് അതേ ദൈവഹിതപ്രകാരമുള്ള ആലോചന ദൈവം അയക്കുന്ന മനുഷ്യനിലാണ് ദൈവം കൊടുക്കുന്നത്. നമ്മളെ അതുപോലെ അയക്കുവാൻ സ്തോത്രം. അന്ന് അവിടെ പറഞ്ഞ കാര്യം തന്നെ, സഭയിൽ നിന്ന് അതേ പ്രാർത്ഥിച്ച് അമ്മമാരായിക്കോട്ടെ, ആൻറ്റിമാരായിക്കോട്ടെ, സഹോദരിമാരായിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, ഈ നാളുകൾ പ്രാർത്ഥിച്ച് അതേ അയൽവാസികളുടെ അടുക്കലോ കുടുംബക്കാരുടെ അടുക്കലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ദൈവാത്മാവ് നമ്മളെ അയക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടി ഓർപ്പിച്ച്, വചനത്തിൽ 1-2 കാര്യം ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കണം. നമ്മുടെ ഈ മാസത്തിലെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം തൊട്ടാണ് ഞങ്ങളത് അറിഞ്ഞത്. ഞങ്ങൾ വരുവാൻ കർത്താവ് ഈ സമയം വരെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നത്. അതിൽ രണ്ടാമത്തെ പ്രവർത്തനം വന്നപ്പോൾ അതിൽ കണ്ട ഒരു കാര്യം ഞാൻ പാസ്റ്ററെ അറിയിക്കുകയും ചില സഹോദരന്മാരെ അറിയിക്കുകയും, പിറ്റേ മാസം തൊട്ട് അവരത് എന്നെ അനുസരിച്ചെന്നല്ല, ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം അവർ അനുസരിച്ചോ ഞാൻ ദൈവത്തെ
സ്തുതിക്കുന്നു. കർത്താവ് സഭയെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന്. വേറെ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ പോയി പരിചയപ്പെടുന്ന ആൾക്കാരെ പേരുകൾ എഴുതിയെടുക്കണം. പേരുകൾ എഴുതി പിറ്റേ ആഴ്ച മാത്രമല്ല, പിറ്റേ മാസം വന്നപ്പോൾ കുഞ്ഞുങ്ങളാരോ പേപ്പർ ഇല്ലയെന്ന് പറഞ്ഞു. പേനയുണ്ട്, പേപ്പറില്ലാന്ന് പറഞ്ഞാൽ പേപ്പർ അത് കൊടുക്കുകയും ചെയ്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കും. പക്ഷേ നാം അവരോടെല്ലാം പറഞ്ഞ കാര്യം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം അത് ചെയ്യുന്നുണ്ടോ? അത് ചെയ്തില്ലെങ്കിൽ ആരും വരില്ല. എത്ര നമ്മൾ കോൺഫറൻസ് നടത്തിയാലും കൺവെൻഷൻ നടത്തിയാലും ഇടിവെട്ട് പാസ്റ്റർമാർ വന്ന് അത്ഭുതം അടയാളം ചെയ്താലും ആരും വരില്ല. സ്തോത്രം, നാം പറഞ്ഞതാ മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മൾ ചെയ്യുവാൻ ലിസ്റ്റുണ്ടാക്കി. സ്തോത്രം, സാവകാശം നിങ്ങൾക്ക് ശരിയാന്ന് തോന്നിയാൽ അവർ ആ പേര്, എൻ്റെ കയ്യിൽ പേരുണ്ടായിരുന്നു മൊബൈലിൽ, കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ട് മാറിയപ്പോൾ ഇതെല്ലാം പോയി. തപ്പിയെടുത്താൽ കിട്ടൂട്ടാ, വേറെ കാര്യം. അക്കൗണ്ടിൽ തിരിച്ച് ആ അക്കൗണ്ട് വീണ്ടും ഉപയോഗിച്ചാൽ കിട്ടും. പക്ഷേ ഞാനായിട്ട് ഞാൻ ചെയ്യുന്നില്ല, ദൈവസഭയെ അത് ഏൽപ്പിക്കുകയാണ്. ഞാൻ പിന്നീട് ചെയ്തോളാം. സ്തോത്രം, ഇനി എപ്പോഴെങ്കിലും സാവകാശം കിട്ടുമ്പോൾ ഞാൻ ചോദിക്കും. ലിസ്റ്റ് ഉണ്ടാക്കി ഓരോ എരുമക്കാടിന് ഇത്ര, ഇന്ന് എരുമക്കാട് പോട്ടെ, തെക്കമല, ചീങ്ങമുക്ക്, പിന്നെ കുരങ്ങുമല, ഇവിടെ നിന്നൊക്കെ പോയവരുടെ പേരുകൾ എഴുതി അതായിട്ട് ഈ ദിവസങ്ങളിൽ വരുന്ന നാളുകൾ നമ്മൾ അല്പസമയം അതിനു വേണ്ടി ചിലവാക്കിയാലേ അത് ഗുണമായി തീരത്തുള്ളൂ. കാരണം വളരെ പോരാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം മക്കൾ നമ്മൾ കണ്ടല്ലോ ന്യൂസിൽ ഇപ്പോൾ വാർത്ത കൂടി ആ ഒരു സംഭവം വെച്ച് വാർത്ത കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാച് അവൻ്റെ പ്രവൃത്തി കൂട്ടിക്കൊണ്ടിരിക്കുക. അല്ല, ഒരു കാര്യം മാത്രം സ്തോത്രം, കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ കൂടെ പോയപ്പോൾ ആദ്യമായിട്ട് ആ വഴി പോകുന്ന പാസ്റ്റർ പറഞ്ഞു, അവിടെ ഹിന്ദു വേദിയുടെ വലിയൊരു കൺവെൻഷൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ നടന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോഴേ പാസ്റ്റർ ഞാൻ പറയുകയും ചെയ്തു, അത് 12 വർഷത്തിൽ ഒരിക്കലായി നടത്തപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വർഷം നടന്നു കുംഭമേള. കുംഭമേള വളരെ ഹിന്ദുക്കൾ ശക്തമായി ചെയ്യുന്ന അന്യ ആരാധന. എന്താണ്? അവരെ സന്യാസിമാർ വർഷങ്ങളോളം അവർ ഹിമാലയ തണുപ്പിൽ അവർ തുണിയില്ലാതെ നഗ്നമായി മുടിയൊക്കെ വളർത്തി ജട പിടിച്ച് അവർ ദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്നു. ഈ സമയം കുംഭമേളയിൽ വന്ന് അവർ അവിടെ ആയാലും ഇവിടെ ആയാലും വരുന്നത് അവർ ചുട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മാംസം തിന്നുന്നവരാ. മനുഷ്യ മാംസം തിന്ന് അവരെ ദൈവങ്ങളെ പ്രസാദിപ്പിക്കുന്ന അനുഭവം. അത് ഈ തവണ അത് വെളിപ്പെട്ട് വന്നു. മുമ്പേ വെളിപ്പെട്ട് വന്നിട്ട് 12 വർഷം മുമ്പേ അതും, പക്ഷേ ഈ തവണ കൂടുതലായി വന്നു. അപ്പം അവരവരെ ശക്തിയും പൂജയും കാര്യങ്ങളും ശക്തിയോട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും കൂട്ടിയാലേ നമുക്ക് എതിർ നിൽക്കാൻ പറ്റുള്ളൂ. ജയം നമ്മുടെ ആകെ സ്തോത്രം. പക്ഷെ ജയം കൈവരിക്കണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം? ചെയ്യാൻ വേണ്ടി സ്തോത്രം ഒരു വാക്യം നമുക്ക് വാക്യം, സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിന് 31-ാം വാക്യം. സദൃശവാക്യങ്ങൾ 21-ന്റെ-31. അവിടെ പറയുന്ന, കുതിരയെ യുദ്ധ ദിവസത്തിനായി ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിരിക്കുന്നു. അപ്പോൾ യുദ്ധ ദിവസത്തിനായി കുതിരയെ ചമയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു വിശ്വാസിയെ, ഭക്തനെ, ദൈവസഭയൊക്കെ പലതിനോടും തുല്യം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കുതിര. അപ്പോൾ കുതിരയെ എന്തിനു വേണ്ടി ചമയിക്കുന്നു? യുദ്ധത്തിന് വേണ്ടിയാണ്. സ്തോത്രം. ഈ യുദ്ധത്തിൽ പോകുന്ന 3 അവസ്ഥയുണ്ട്. ആ പോകുന്ന കുതിരകളിൽ ചിലത് പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങി വരും, വേറൊരു വിഭാഗം മരിക്കുകയാണ്. അല്ല, യുദ്ധമല്ലേ, മരിക്കും. മൂന്നാമത് വികലാംഗരായി വരുന്നവർ. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്ന ദൈവസഭയും അതേ വിശ്വാസ ഗോളത്തിൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി അതേ വേല ചെയ്തിട്ട് സുവിശേഷം അറിയിച്ചിട്ട് മരിച്ചവർ പലരും ഉണ്ട്. അന്നും ഉണ്ട്, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ കൂട്ടർ അതേ യുദ്ധം ചെയ്ത് അതേ പ്രായനിമിത്തമോ അല്ലെങ്കിലോ അതേ മാതാപിതാക്കളെ അത് നഷ്ടപ്പെട്ടവരായ കുഞ്ഞുങ്ങൾ, അപ്പനെ പാസ്റ്ററെ നഷ്ടപ്പെട്ട അപ്പനായ പാസ്റ്റർ, അല്ലെങ്കിൽ സുവിശേഷം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ. സ്തോത്രം. പക്ഷെ എന്നിട്ടും അവർ ഓടിക്കൊണ്ട് അവരെന്താ പറയുക, യുദ്ധത്തിന് വേണ്ടി അവരെ ചമയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മടങ്ങി വരുന്നവർ ചുരുക്കമുള്ളൂ. മറ്റുള്ളവർ വികലാംഗരായി പോകുന്ന അനുഭവമുണ്ട്. എന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നാം അത് യുദ്ധത്തിലാകുന്നു. പക്ഷേ ജയമോ യഹോവയുടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമുക്ക് ജയമുള്ളത്. എന്നാൽ യുദ്ധം നമുക്ക് നിൽക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് നമ്മളെ ചമയിച്ചിരിക്കുന്നത്? യുദ്ധം ചെയ്യുവാൻ. അത് കണ്ട് ആ യുദ്ധത്തെ കണ്ട്, അല്ലെങ്കിൽ അത് അവന് മുമ്പിൽ, ഈ കുതിരയുടെ മുമ്പിലുള്ള എത്ര വലിയ ലക്ഷക്കണക്കിന് കുതിരകളോ അല്ലെങ്കിൽ സൈന്യത്തിന്റെ ശക്തി കണ്ടാലും അവൻ ഭയപ്പെടുകയില്ല. അവന് കൊടുത്ത അഭ്യാസം അതാ. ഈ കുതിര ജനിച്ചതേ അഭ്യാസം ചെയ്യാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടി അല്ലട്ടോ, അറിയാലോ. അവനെ അഭ്യസിപ്പിക്കുക. ബാലനെ അവൻ നടക്കേണ്ട ബാലൻ മാത്രമല്ല, നമ്മൾ പ്രായമായ 30, 40, 50 വയസ്സിലൊക്കെ സ്നാനപ്പെട്ടവരെ അഭ്യസിപ്പിച്ചാലേ നമുക്ക് വിശ്വാസം നിൽക്കാൻ പറ്റുള്ളൂ, യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും അഭ്യാസം ചെയ്യുന്നില്ല.
ഓരോരുത്തരും ഞാൻ ഈ ദിവസങ്ങൾക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയത് ആത്മാവ് അത് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്താ സംഭവം. കാരണം ഓരോരുത്തർക്കും ഓരോ ചിന്ത. ഞാൻ വന്ന സാഹചര്യത്തിൽ സ്ഥാനപ്പെട്ട സാഹചര്യമല്ല നിങ്ങൾ ആരും അല്ല. ഞാനും എൻ്റെ അന്യം മാത്രം മക്കളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളൂ. 2 പേരും 2 മാസത്തിന് ഇടവിലാണ് സ്ഥാനപ്പെട്ടത്. അവൻ രക്ഷിക്കപ്പെട്ട സാഹചര്യം വേറെ, ഞാൻ രക്ഷിക്കപ്പെട്ട സാഹചര്യം വേറെ. പക്ഷെ ആ ചിന്താഗതി മാറ്റാൻ വേണ്ടിയാണ് ഒരേ ദൈവം, ഒരേ ഒരു ആത്മാവ്, ഒരേ ഒരു സ്നാനം, ഒരേ ഒരു വചനം. സ്തോത്രം. ഈ നാളുകൾ ദുരുപദേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി നാം നിൽക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ വർഷമോ തൊട്ടാണെന്ന് തോന്നുന്നു ഏജിയുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ക്ലാസ് ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സിൻ്റെ ഒരു പദ്ധതി അല്ലല്ലോ. നമുക്ക് സഭകൾക്കത് ചെയ്യാനില്ലേ മാത്രമേ ഉള്ളൂ. പാസ്റ്റേഴ്സിന് വേണ്ടി, പാസ്റ്റേഴ്സിന് മാത്രമല്ല ദൈവസഭയ്ക്കും വേണം ബൈബിൾ ക്ലാസ്. കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പോലെ വലിയവർക്ക് സൺഡേ സ്കൂളല്ല, അതുപോലെ ക്ലാസ്സുകൾ, ബൈബിൾ ക്ലാസ് ലഭിച്ചാലേ എൻ്റെയും നിങ്ങളുടെയും ചിന്താഗതി ഒന്നായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന എയും നിങ്ങൾ കേൾക്കുന്ന ആന്നോ ആയിരിക്കും, നിങ്ങൾ മനസ്സിലാക്കുന്ന ആന്നാ. കാരണം നിങ്ങളത് പരിചയിച്ചിട്ടില്ല. വചനം നമുക്ക് ഒന്നുള്ളൂ, അതിന് മാറ്റമില്ല. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് പൂർണ്ണമായ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ടാണ് പാസ്റ്റർമാരെ ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ കുതിരയെ അവൻ ചമയിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? യുദ്ധം ചെയ്യാൻ വേണ്ടിയാ. മാത്രമല്ല അത് നമുക്കറിയാം, കുതിര എന്ന കാര്യം, ആ മൃഗം അവൻ ഭാരം ചുമക്കുവാൻ കഴിവുള്ള മൃഗമാണ്. നമ്മളെ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭാരം, അതേ ഗലാത്യ സഭയ്ക്ക് ഏതോ പറയാണ്, നിങ്ങൾ തമ്മിൽ ഭാരങ്ങൾ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുയേശുവിന്റെ ന്യായപ്രമാണത്തെ നിവർത്തിപ്പീൻ. എൻ്റെ ഭാരം മറന്ന് ഈ കുതിര പറയാണ്, അയ്യോ ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് ആ തൂക്കം പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ തൂക്കം അനുസരിച്ചാണ് അവൻ്റെ ഉടയവൻ അവൻ്റെ മേൽ ആ ഭാരം ചുമത്തി കൊടുക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞ ദൈവമക്കളെ, നമുക്ക് ഏത് ഭാരം ചുമക്കാൻ സാധിക്കും. കാരണം ഞാനല്ല ചുമക്കുന്നത്, എന്നെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആത്മനിർവ്വന്റെ അനുഭവങ്ങൾ ചിലരൊക്കെ കോൺഫറൻസിൽ പ്രാപിച്ചു. അത് മടുത്തു പോയോ എന്ന് എനിക്കൊരു സംശയം. തീ കിട്ടിയത് ചെറുതായിട്ടാണ് കിട്ടിയത്, എങ്കിലും അത് ആള് കത്തിക്കുന്നുണ്ടോ? എവിടെ വെച്ച്? ഞായറാഴ്ച വരുമ്പോൾ മാത്രം പോരാ. ഞായറാഴ്ച മാത്രം വന്ന് ചെയ്താൽ അത് നടക്കൂല, അത് മതിയാവില്ല. സ്തോത്രം. എല്ലാ ദിവസവും കുടുംബമായി ജീവിക്കുന്നവർക്ക് കുടുംബ പ്രാർത്ഥന പകലും അത് വൈകിട്ടും കുടുംബ പ്രാർത്ഥന ആ തീ കത്തിച്ചാലും നിൽക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും അവർ ആ തീ അതേ അടയാതെ നിൽക്കണമെങ്കിൽ കുടുംബ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കണം. ഞായറാഴ്ച ആരാധന മാത്രം, ഞായറാഴ്ച ആരാധന വരുമ്പോൾ തീയായി വരണം. ഇവിടെ വന്ന് കത്തിച്ചാൽ നടക്കൂല. അത്രയത്ര തീ ഉണ്ടാവുള്ളൂ. നാം തീയായി വന്നാൽ തീ ഇവിടെ ശോഭിക്കും, തീ ഇവിടെ കത്തുകയും ചെയ്യും, ദേശം അത് വിടുവിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഭാരം ചുമക്കുന്ന ഒരു മൃഗമാണ് അതേ കുതിര. രണ്ടാമെന്ന് പറയുന്നത് അവനെ സവാരിക്ക് ഉപയോഗിക്കുന്ന സവാരി അറിയണം. മാത്രമല്ല ഹോഴ്സ് റേസ് എന്ന് പറഞ്ഞാൽ കുതിരോട്ടം, പന്തയം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതേ സവാരികളോ അല്ലെങ്കിൽ നമുക്ക് അതേ മറ്റുള്ള പ്രകാരമായുള്ള ഒരു കാര്യങ്ങൾ നമുക്കില്ല. പിന്നെന്താ നമുക്കുള്ളത്? നമുക്ക് അവൻ്റെ വചനത്തിലും കൂട്ടായ്മയുള്ള സന്തോഷമാണ് ഉള്ളത്. അത് 119-ാം സംഗീതത്തിലൊക്കെ പലതവണ പറഞ്ഞു, ഞാൻ അങ്ങയുടെ വചനത്തിൽ ഞാൻ നിന്റെ അതേ പ്രമാണങ്ങൾ പ്രമോദിക്കും, ഞാനത് രസിക്കും. രസം ലോകകാര്യങ്ങൾ, തമാശ പറയുമ്പോൾ രസിക്കാനുള്ളതല്ല. തമാശ മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ കണ്ടത്. അങ്ങനെ സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ മാനസാന്തരപ്പെട്ടപ്പോൾ, സ്ഥാനപ്പെട്ടപ്പോൾ, അല്ല ആത്മനിറവ് വന്നപ്പോൾ എനിക്ക് മാറ്റം വരണം. മാറ്റം അതാണ് കാരണം. ഞാൻ ദൈവ പുരുഷനായി, ദൈവ പൈതലായി, ദൈവ കുഞ്ഞായി. അതിന് സ്നാനം നിർബന്ധമല്ല. ഞാൻ സ്നാനത്തിന് മുമ്പെയാണ് ആത്മനിറവ് പ്രാപിച്ചത്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പ്രാപിച്ചാൽ മാറ്റം വേണം. മറ്റുള്ള കൂട്ടുകാരെ പോലെ അവർ ലോക തമാശ പറയുമ്പോൾ അവർ കൂടെ ഇന്ന് ചിരിക്കാൻ വേണ്ടിയല്ല. ചിലപ്പോൾ ഒക്കെ നമുക്ക് ചിരി വരും, തമാശയാണല്ലോ, അത് എന്നും പറഞ്ഞാൽ അത് പാപമല്ല. പക്ഷെ അതിനായിട്ട് സ്തോത്രം, നാം വിശുദ്ധ ഗണമാകുന്നു. മറ്റുള്ളവർക്ക് അറിയാം നമ്മൾ ആരാന്ന്. വേറെ ഇത് അഭ്യസിപ്പിക്കുക. അഭ്യാസം കൊടുത്തിട്ട് ഈ മൃഗം പുറകോട്ട് നടക്കാത്തൊരു മൃഗമാണ്. അത് പലതും അങ്ങനെ ആണെങ്കിലും കുതിര പുറകോട്ട് പോവില്ല, പുറകോട്ട് നോക്കൂല്ല. ഒരു വിശ്വാസി അങ്ങനെയാണ്, പുറകോട്ട് നോക്കാതെ പുറകിലുള്ളത് ചപ്പും ചവറും എണ്ണിക്കൊണ്ട് മുൻപോട്ട് ലാക്കിലേക്ക് ഓടുന്ന ഒരു ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്.
ആ ശക്തി നമ്മുടെ ഉള്ളിൽ പകർന്നുവെങ്കിൽ ഓരോ ദിവസവും ആ കൃപയും ശക്തിയും പ്രാപിച്ച് മുന്നേറാൻ വേണ്ടി കർത്താവ് നമ്മളെ അത് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ ഈ ദേശത്തെ കീഴ്മേൽ മറയ്ക്കുവാൻ നമുക്ക് ശക്തി, ഹല്ലേലൂയ, അതേ വചനത്തിൽ എഴുതിയത് അതേ ശക്തി അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഈ നാളുകൾ സംഭവിക്കണമെങ്കിൽ ആദ്യ നൂറ്റാണ്ട് അനുഭവം നമുക്ക് വേണമെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ അവർ പലതും അല്ല സകലവും വിട്ടിട്ടാണ് പിൻപറ്റിയത്. സകലവും വിടണ്ട, ഈ മനുഷ്യൻ മനസ്സിലുള്ളത് വിടാൻ. സ്വത്തും സമ്പത്തൊക്കെ അവിടെ ഇരുന്നോട്ടെ, ആവശ്യമാണ് സ്വത്രം. പക്ഷെ നമ്മുടെ മനസ്സിലുള്ളത് ഭിന്നഭിപ്രായങ്ങൾ, സ്തോത്രം. ഞാൻ മാത്രം പല ദേവദാസന്മാർ എനിക്ക് മുമ്പും പിൻപും ഒക്കെ പറഞ്ഞ നമ്മുടെ 7 ദിവസം ഓഗസ്റ്റ് 7 ദിവസം ഉപവാസ പ്രാർത്ഥന 1-2 തവണ പാസ്റ്റർമാർ ഓർപ്പിച്ച കാര്യമാണ്. അത് ഭിന്ന അഭിപ്രായങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ കൂട്ടത്തിലല്ല വരാത്തവർ. മരണം ഉണ്ടായിട്ട് മരണ വീട്ടിൽ പോലും, എൻ്റെ വീട്ടിൽ മരണം ഉണ്ടായപ്പോൾ അങ്ങനെ എനിക്കൊരു പെട്ടെന്ന് ചിന്ത, മാനസിക ചിന്ത ഇന്നലെ വന്നേ. നമ്മൾ സാധാരണ പാസ്റ്റർമാർ പറയുന്നത് ഇവിടെ എൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നില്ല, അപ്പം ഞാൻ അവിടെയും പോകുന്നില്ല. പക്ഷെ ഞാൻ ഇന്നലെ ചിന്തിച്ചു, അല്ല മരണ വീട്ടിൽ പോലും എൻ്റെ വീട്ടിൽ മരണം സംഭവിച്ചപ്പോൾ ഒരു എക്സാമ്പിൾ ശിവപുരർ വന്നില്ല, അതുകൊണ്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുന്നും ഇല്ല. അത്രത്തോളം വന്ന് പൈശാചിക ചിന്തഗതി. അതുമേലൊക്കെ ജയം പ്രാപി വാക്കുകൊണ്ടല്ല, നമ്മുടെ വാക്കാലൊന്നും സംഭവിക്കില്ല. പക്ഷെ എന്താ, നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതേ ഹല്ലേലൂയ. അതേ ആ യുദ്ധ ദിവസത്തിന് വേണ്ടിയാണ് അവനെ ചമയിച്ചിരിക്കുന്നത്. പക്ഷേ ജയം ആരുടെയാണ്? കർത്താവിൻ്റെ നാമത്തിൽ യഹോവയ. ആ ജയം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസം പൗലോസ് പറഞ്ഞ ജയോത്സവമായി അതേ ക്രിസ്തു യേശുവിൽ നമ്മളെ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലായിടത്തും അവൻ്റെ സൗരഭ്യ വാസനായി തീരാൻ വേണ്ടി നമ്മളെ ജയോത്സവമായി നടത്ത ഒരു കർത്താവിനെ ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ബീരത്തിൻ്റെ ആത്മാവിനെ എല്ലാ. പിന്നെയോ തീർക്ക് അറിയാം. സ്തോത്രം. ധീരത്തിൻ്റെ ആത്മാവിലല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവ് കൊണ്ട് കർത്താവ് നമ്മൾ നിറച്ചുകൊണ്ട് അത് ആ ബലത്തോടെ ആ സ്നേഹത്തോടെ, ഹല്ലേലൂയ, ആ ശക്തിയോടെ ആ ധൈര്യത്തോടെ ഓടുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നടക്കാനുള്ള ഓടാൻ വേണ്ടിയാണ്. മുമ്പോട്ട് കണ്ട് വലിയൊരു സൈന്യത്തെ കണ്ട് ശക്തികൾ കണ്ട് നാം ഭയപ്പെടാൻ വേണ്ടിയല്ല. പിന്നെയോ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അത് രോഗമായാലും അവസ്ഥയായാലും നമ്മൾ മെഞ്ഞാത് അതേ സഭയായി പ്രാർത്ഥിച്ചു. അതേ അനുസരിക്കും കഥാപാത്രത്തോളം വലിയ വിട് കൊടുത്തോർത്ത് സ്തോത്രം ചെയ്തു. അത് ആദ്യമായിട്ടുള്ള ഇതിനു മുമ്പും അത് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവം വിടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ വിടുതൽ പ്രാപിച്ചിട്ട് കർത്താവിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ നാളുകൾ കൂടുതലായി നമ്മളെ സഭയായും വ്യക്തിപരമായും കുടുംബമായും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം അതേ അവൻ അയച്ചു. കർത്താവ് ഈ ദിവസങ്ങൾ എന്നെ അയക്കണമേ, എൻ്റെ കുടുംബത്തെ അയക്കണമേ ഒരു പ്രാർത്ഥന. അതിനുവേണ്ടി എനിക്ക് ആത്മശക്തി ആവശ്യമാണ്. കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചിട്ടേ പ്രാപിച്ചിട്ടേ പോയിട്ട് പോകുള്ളൂ എന്ന് നിർബന്ധം വേണ്ട. ലഭിച്ച ഉള്ള ശക്തി കൊണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചാലേ എനിക്ക് പോകാൻ പറ്റുന്ന ചിന്തിക്കേണ്ട. ബൈബിൾ സ്കൂളിൽ പഠിക്കാത്തവരെയും കർത്താവ് അയച്ചിട്ടുണ്ട്. സ്തോത്രം. അത് അല്ലെങ്കിൽ സ്റ്റോറിമാരെ കുറിച്ച് അറിയാലോ. ഏറ്റവും ആദ്യത്തെ സുവിശേഷം അറിയിച്ചത് മറിയായിരുന്നു, സഹോദരിയാണ്. അവളോട് പറഞ്ഞു, നീ പോയി എൻ്റെ സഹോദരന്മാരോട് ഇത് ശിഷ്യന്മാരെ അറിയിക്കുക. അവൾ അത് ചെയ്തു. അവൾ വേറെ നോക്കിയില്ല, അപ്പനെ നോക്കിയില്ല, വീട് നോക്കിയില്ല, അത് മക്കളെ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. അവളെ ഏൽപ്പിച്ച് അവൾ കേട്ട ഒരു സുവിശേഷം, അവൾ കേട്ട സർവ്വ വാർത്തയുണ്ട്. അവൾ ബൈബിൾ സ്കൂളിൽ പഠിച്ച സഹോദരിയല്ല, അവൾക്ക് കൂടുതൽ പ്രമാണം അറിയില്ല. പക്ഷെ അവൾ കേട്ട യേശുവിന്റെ ആ സുവിശേഷം, ആ സത്യം അവൾ അറിയിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയുവാനും അവർക്കത് വിശ്വസിപ്പാനും കാരണമായി തീർന്നു. സ്തോത്രം. കഥനാത്മാവ് ഈ നാളുകളും നമ്മളതിനെ സഹായിക്കും ബലപ്പെടുത്തുകയും ചെയ്ത് സമയം നൽകിയ ദേവദാസനോടും സഭയോടും നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദേവദാസന് നന്ദി അറിയിക്കുന്നു. ദൈവം പറഞ്ഞ കാര്യം നമ്മൾ ഏറ്റെടുക്കുന്നു. നമ്മൾ സുവിശേഷം അറിയിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ദൈവവചനം കേൾക്കാം, രക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന, സ്നാനപ്പെട്ട് ആ പാരമ്പര്യ കെട്ടിൽ തന്നെ നിൽക്കുന്നവരെ സുവിശേഷം അറിയിച്ച എല്ലാ പ്രദേശങ്ങളും മഹത്വവും ശക്തിയും വെളിപ്പെടുത്തേണ്ടതിനായി നമ്മുടെ ദൈവം അയക്കേണ്ടതിനായി വിശുദ്ധാത്മാവിന്റെ ദൈവം വെളിപ്പെടുത്തുന്നതിനായി അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഇന്ന് പകരം നമ്മോട് കൂടെ ഇരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.